നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, എസ്പെഷ്യലി യുവർ മാൻ, നിങ്ങളോട് കുറച്ചുകൂടി ഇമോഷണലി ഓപ്പൺ അപ്പ് ആവണം, അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആകണം, നിങ്ങളോട് മാനസികമായി കുറെ കൂടി അടുക്കണം, വൾണറബിൾ ആയി സംസാരിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒന്നാമതായി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളോട് ഇമോഷണലി ഓപ്പൺ അപ്പ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ തന്നെ ബാലൻസ്ഡ് ആക്കുന്ന ഒരു വ്യക്തിയാണ്, അത് ബാലൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പ്രഷർ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു തലവേദനയായി മാറുന്ന ഒരു വ്യക്തിയാണ് എന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്ന ഒരു ക്വാളിറ്റിയാണ് കപ്പാസിറ്റി ടു റിസീവ് ഹിസ് ഇമോഷൻസ്. അതായത് ആ വ്യക്തി അവരുടേതായിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇമോഷൻസ്, അവരുടേതായിട്ടുള്ള ഇൻസിഡൻസ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. അതാണ് ലെസ് ക്രിറ്റിസിസം, മോർ അപ്രീസിയേഷൻ. ഇനി നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. നാലാമത്തെ പോയിന്റ് ആണ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളിൽ നിന്നും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണം. അതായത് നമ്മുടെ ലൈഫിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ വന്നെന്നിരിക്കും. എസ്പെഷ്യലി ചാലഞ്ചിങ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കുക, അങ്ങനെയൊക്കെ വരും. നമ്മൾ ചിലപ്പോൾ എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് മുന്നേറാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ ലൈഫ് നമ്മളെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്.